ഞാൻ ഹിമാലയൻ എടുത്തപ്പോൾ വന്നത് നോർമൽ സ്പോക്ക് വീലായിരുന്നു, ട്യൂബ് സ്പോക്ക് വീലായിരുന്നു. ഞാനത് മാറ്റിയിട്ട് ഇപ്പോൾ ക്രോസ് സ്പോക്ക് വീൽ ഇട്ടിട്ടുണ്ട്. സോ ബേസിക്കലി ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് ടൂർ ചെയ്യാനും ഒരു ലോങ് റൈഡ് ജേർണിക്കൊക്കെ വേണ്ടിയിട്ടാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി അത് മാറ്റിയിട്ട് ഒരു ക്രോസ് സ്പോക്ക് വീൽ ഇടാൻ കാരണം. അത്യാവശ്യം നല്ല രീതിയിൽ എനിക്കൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം ഓഫ് റോഡ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഈ സ്പോക്ക് വീൽ ഇല്ലാതെ ട്യൂബ് സ്പോക്ക് വീൽ തന്നെ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുള്ളൂ. അതല്ല നിങ്ങൾ ഒരു മെയിൻ ഹൈവേ ടൂറിംഗ് ആണ് ഉദ്ദേശം, അല്ലെങ്കിൽ അത്യാവശ്യം ലോങ് റൈഡൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദിസ്. സോ നിങ്ങൾ സ്പോക്ക് വീൽ എടുക്കുമ്പോൾ എല്ലാ സ്പോക്കും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം മാനുവലി, ഏതെങ്കിലും സ്പോക്ക് ലൂസ് ഉണ്ടോ എന്നുള്ളത്. അത് പിന്നീട് കുറേ ആൾക്കാർ ഒരു ഇഷ്യൂ ആയിട്ട് റിപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടറിയാം, എനിക്ക് ഓൾറെഡി 2 പഞ്ചർ കിട്ടിയിട്ടുണ്ട്. ഇതെനിക്ക് ആക്ച്വലി ട്യൂബ് ഉണ്ടായപ്പോൾ കിട്ടിയ പഞ്ചറാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ഈ പഞ്ചർ കിട്ടിയപ്പോൾ ഞാൻ ആയിട്ടുള്ളൊരു ലോക്കൽ വർക്ക്ഷോപ്പ് പോയി അവിടുന്ന് അവർ ടയർ റിമൂവ് ചെയ്ത് ട്യൂബ് പുറത്തെടുത്ത് ട്യൂബ് ഒട്ടിച്ച് തിരിച്ചിട്ടെങ്കിലും പിന്നീട് എനിക്ക് ABS വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. സോ അതിൻ്റെ ഫിറ്റിങ് പ്രോപ്പർ ആയിരുന്നില്ല. സോ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ആക്ച്വലി എവറി ടൈം എന്താ പറയുക, ഒരു പഞ്ചർ വരുമ്പോൾ അവർക്ക് ടയർ റിമൂവ് ചെയ്യണം. പിന്നെ റിമ്മിനൊക്കെ അവർ ആക്ച്വലി ക്ലോത്ത് വെക്കാതെ എടുത്തതുകൊണ്ട് നല്ല രീതിയിൽ സ്ക്രാച്ചസ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ക്രോസ് സ്പോക്ക് വീലിലേക്ക് മാറാനുള്ള കാരണം ഒരു പഞ്ചർ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ തവണയും പോയിട്ട് ടയർ അയക്കുകയോ പിടിക്കുകയോ ഒന്നും വേണ്ട, ABSൻ്റെ ടെൻഷനില്ല. സോ ഇത് പ്രോപ്പറായിട്ട് ഫിറ്റ് ആയിട്ടില്ലെങ്കിൽ ABS വർക്കാവില്ല. ആൻഡ് അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വരാനുണ്ട്. പിന്നൊരു ചെറിയൊരു ഇഷ്യൂ, ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ എയർ അടിക്കണ ഇത് കണ്ടാൽ നിങ്ങൾക്കറിയാം ഇത് അത്യാവശ്യം ലോങ് ആണ്. സോ ചില പമ്പുകളിൽ ഇത് സപ്പോർട്ടാവില്ല. നമുക്കൊരു എക്സ്റ്റൻഷൻ ഒരു ആമസോണിലൊക്കെ കിട്ടും, അത് ഒന്ന് വാങ്ങി വെക്കേണ്ടി വരും ചില സ്ഥലങ്ങളിൽ ആക്ച്വലി. സോ അല്ലാതെ വേറെ ഇഷ്യൂസൊന്നുമില്ല. പിന്നെ ഫ്രണ്ട് ടയറിൽ ഇവിടെ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും എത്രത്തോളം വലുതാണെന്നുള്ളത്. പിന്നെ ഫ്രണ്ട് ടയറിൽ ആക്ച്വലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു എയർ ലീക്ക് ആക്ച്വലി ആൾക്കാർ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. 2 ടയറും നിങ്ങൾ ട്യൂബ്ലെസ് ആക്കി കഴിഞ്ഞാൽ ഒരു വീക്കിലി അല്ലെങ്കിൽ എന്താ പറയുക 2 വീക്ക് കൂടുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും.